ഹായ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു മാങ്ങാക്കറിയാണ് കേട്ടോ. അപ്പോൾ ഈ വർഷത്തെ ആദ്യം കിട്ടിയ മാങ്ങയാണ്. അപ്പോൾ അത് വെച്ചിട്ട് നല്ല മൂവാണ്ട മാങ്ങയാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ നല്ലൊരു നമ്മുടെ അങ്കമാലി സ്റ്റൈലുള്ളൊരു മാങ്ങാക്കറി ഉണ്ടാക്കാൻ പോകുന്നു കേട്ടോ. അപ്പോൾ സാധാരണ മാങ്ങ കിട്ടി കഴിയുമ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അപ്പം ഇത്തവണ നമുക്ക് ആദ്യമായിട്ടാണ് ഇപ്പോൾ മാങ്ങ കിട്ടുന്നത്, പച്ചമാങ്ങ കിട്ടുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നല്ല ഒരു അങ്കമാലി സ്റ്റൈലുള്ളൊരു മാങ്ങാക്കറി റെഡിയാക്കാം. ഇതിലേക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് തരും, പച്ചമുളക്, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ മിക്സിങ്ങിലാണ് കേട്ടോ അതിൻ്റെ ഹൈലൈറ്റ്. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് നമുക്ക് മാങ്ങ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ 2 പാൽ ഒഴിച്ച് വേവിക്കാൻ വെക്കാതെ കത്തിച്ച് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് വേവിക്കാൻ വെച്ച് ജസ്റ്റ് അതിൽ കിടന്നൊന്ന് വേവട്ടെ കേട്ടോ. കൊടുത്തിട്ട് ഇനി കുറച്ച് എണ്ണ വെച്ച് നമുക്കിത് താളിച്ചൊഴിക്കാം. അതിനകത്ത് രണ്ട് ഉരുളയും കൂടി ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്കൊരു സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് അടിപൊളിയായിട്ടുള്ള മാമ്പഴക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ, മാങ്ങാക്കറി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്കും കാര്യങ്ങളും അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അടുത്തൊരു വീഡിയോയിൽ കാണാം.